പ്രീത, ഈ PC ജോർജ് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ചിലതൊക്കെ സത്യങ്ങളാണ്. ആ സത്യങ്ങളാണ് ചില കുറിക്ക് കൊള്ളുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ എല്ലാവർക്കും കയറി കൊള്ളുമ്പോഴാണ് അതിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഞാൻ പറയാൻ കാര്യം, 400-ലധികം പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ട് പോയി എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗവേദിയിൽ പറഞ്ഞു. അത് സത്യമാണ് എന്ന് തന്നെയല്ലേ നമ്മൾ ധരിക്കേണ്ടത്? ഒന്ന് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അതായത് ഈ പ്രണയത്തെ തുടർന്നുള്ള മതം മാറ്റവും, അതായത് രണ്ടവസ്ഥയുണ്ട് കേട്ടോ. അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തേത്, രണ്ട് വ്യക്തികൾ പ്രണയിക്കുന്നു, രണ്ടുപേർ അവർ കല്യാണം കഴിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്നുള്ള നിലയിൽ, അതായത് പരമ്പരാഗതമായിട്ട് അങ്ങനെയാണല്ലോ, ഒരു മെയിൽ ഇതുണ്ടല്ലോ, ആൺകോയ്മയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യപ്പെടുന്നത് ഒന്നില്ലെങ്കിൽ സ്ത്രീകൾ ഈ സ്വാഭാവികമായ രീതിയിൽ ഈ പ്രണയിച്ച ആളുടെ മതം എന്താണോ, വിശ്വാസധാര എന്താണോ, ആ വിശ്വാസധാരയിലേക്ക് സ്വമേധയാ പോവുകയാണ്. അപ്പോൾ കുട്ടികളും ഒക്കെ അങ്ങനെ തന്നെ പോകുന്നു. ഇതൊന്നും അല്ലാതെ രണ്ട് വിശ്വാസത്തെ തന്നെ പിന്തുടർന്ന് ജീവിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പൊ ഇത് സ്വമേധയാ ചെയ്തു വരുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചു പേരാണ് നമ്മുടെ നമ്മളിൽ തന്നെയും പലരും പ്രമുഖരായ പലരും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്വാഭാവികമായ രീതിയിൽ പിന്തുടർന്നു പോകുന്ന ആളുകളാണ് ഈ 1% എന്ന് പറയുന്നത്. ഈ 1% അതെ. അപ്പൊ അദ്ദേഹം ആ ഒരു കാര്യം ഉൾപ്പെടെ അതവിടെ നിൽക്കുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് പ്രണയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് തൻ്റെ മതത്തിലേക്ക് ആളെ ചേർക്കാനും അവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പ്രണയിക്കുകയാണ്. ഈ പ്രണയിക്കുന്ന സമയത്ത്, പ്രണയത്തിന് പണ്ടേ കണ്ണില്ലല്ലോ, കണ്ണും കാതുമില്ല. അപ്പം മൂക്കും കുത്തി അങ്ങ് വീഴുന്നു. അതിൽ പോയി പെട്ട് കഴിയുമ്പോഴാണ് കൈകാലിട്ട്, അതായത് അതുവരെ പറന്ന് നടക്കുന്ന പെൺകുട്ടികളായിരിക്കും. അപ്പോൾ അവര് അവിടെ ചെന്നതിന് ശേഷം പറയുന്നു, നീ ഇങ്ങനെ ഇത് ധരിക്കണം, ഇന്ന വേഷം ധരിക്കണം, ഇന്ന പോലെ നിസ്കരിക്കണം, നീ ഇന്ന സ്ഥലത്ത് പോയി എൻ്റെ ജാതിയിലേക്ക് വരണം എന്നൊക്കെ നിർബന്ധങ്ങൾ കൂടുകയാണ്. അപ്പോഴാണ് സത്യത്തിൽ ഈ നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെയും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് തിരിച്ചറിയുന്നത്. പിന്നീട് അവിടുന്ന് പീഡനങ്ങൾ ഉൾപ്പെടെ തുടങ്ങുന്ന അവസ്ഥകളുമുണ്ട്. അപ്പോൾ പലരും ഇതൊക്കെ അടക്കി വെക്കും, ചിലതൊക്കെ പുറത്തു വരും. അപ്പോൾ കെവിൻ പീറ്റർ എന്ന് പറയുന്ന കാസയുടെ പ്രതിനിധി പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. എന്റെ മകൾ ഇങ്ങനെ ചെയ്തു, കൂടുതലും പെൺമക്കളാണല്ലോ പോകുന്നത്. അദ്ദേഹം ആ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പറഞ്ഞത് അദ്ദേഹം പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാനൽ പ്രവർത്തകർ അദ്ദേഹത്തിന് അത്രയ്ക്ക് പ്രൊവോക്ക് ചെയ്തു. അതെ അതെ അതെ, ആ ചർച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതായത് അതെ അതെ, അത് ഒരു താല്പര്യം. അത് ഒരാളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അയാൾ പറയുന്ന ഭാഗം കൂടി വരണം അല്ലെ. അപ്പൊ നമ്മുടെ വാദം അവർ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് ഒരാളെ വിളിക്കുന്നത് അയാളെ അപമാനിക്കുന്നതിന് പോലും തുല്യമാണ് അല്ലെ. അദ്ദേഹം വിട്ടിട്ടില്ല, ഞാൻ ആ ചർച്ച കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ 2 തലങ്ങളാണുള്ളത്. എനിക്ക് തോന്നുന്നു മുസ്ലിം സഹോദരങ്ങൾക്ക് ആകമാനം ഇതൊരു വിഷയമായി തോന്നുന്നത് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ ജിഹാദ് എന്ന് പറയുന്നത് അവരുടെ അവരുടെ ഖുറാനായാലും അങ്ങനെയുള്ള അവർ പുണ്യമായി കരുതുന്ന, പവിത്രമായി കരുതുന്ന പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജിഹാദ്. അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഒരു പ്രോസസ്സാണ്. ഇന്നതുപോലെ ചെയ്ത് കൊണ്ടുവരണം, ആളെ കൊണ്ടുവരണം എന്ന് ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിൽ, അതെ, ഒരു കൂട്ടം ആളുകൾ അതെ, അതിലേക്ക് ഒരു കൂട്ടം ഇസ്ലാമിക വിശ്വാസധാരയിൽപ്പെട്ടവർ കൊണ്ടുവരുന്നതിനെ ചേർത്ത് കെട്ടിയപ്പോഴാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പദം വരുന്നത്. അപ്പോൾ ഈ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റില്ല. കെവിൻ പീറ്റർ അതിൽ പറയുന്നത് പോലെ
പല മക്കളും പോയിട്ട് അത് അവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ടെന്നേ. ഒരുപക്ഷെ പാലയിൽ 400 പേരൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഈരാറ്റുപേട്ടയിലൊക്കെ ഒരുപക്ഷെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം എല്ലാ സമുദായത്തിനും പോയിട്ടുണ്ട്, ഹിന്ദു സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും പോയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഷെഫിൻ ജഹാൻ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് ഷെഫിൻ ജഹാന്റെ കാര്യം. അതെ, അഖില ഹാദിയയുടെ കാര്യം. ഷെഫിൻ ജഹാൻ വീട്ടിൽ നമ്മൾ പോയിരുന്നു, അവരെ കണ്ടപ്പോൾ ആ അമ്മയുടെയൊക്കെ സ്ഥിതി വളരെ മോശം. അവർക്ക് ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലാണ് ആ അമ്മ ജീവിക്കുന്നത്. ആ അച്ഛനൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ എന്തൊക്കെയോ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന രീതിയിലാണ്. അതെ. അപ്പൊ അഖില ഹാദിയ വലിയൊരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു വളരെ ഭയങ്കരമായ പ്രകടനം നടന്നതൊക്കെ ഓർമ്മ. അതെ, ഓർമ്മയുണ്ട്. അപ്പൊ ഈ എന്നിട്ട് എന്തു പറ്റി? എന്നിട്ട് ഈ പറയുന്ന പുരോഗമനവാദികൾ പറയുന്നത് മകൾ ഒരു ഇസ്ലാമിനൊപ്പം പോകുന്നതാണ് അഖില ഹാദിയയുടെ അച്ഛന്റെ പ്രശ്നം എന്നാണ് പറയുന്നത്. അതിന് ഇവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആരാണ് ഫണ്ട് ചെയ്തത്? കേസ് നടത്താൻ ഫണ്ട് ചെയ്തത് ആരാണ്? അത് PFI ആണ്. PFIക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? PFIക്ക് ഫണ്ട് വരുന്നത് ഇസ്ലാമിക തീവ്രവാദ ആളുകളുടെ കയ്യിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. അതെ. അതിനുശേഷം ഷെഫിൻ ജഹാൻ ഉപേക്ഷിക്കുന്നു, ഖാലിദ് ദസ്തഗീർ എന്ന് പറയുന്ന ഒരാളുടെ ഒപ്പം ജീവിക്കുന്നു. അതല്ലാതെ മറ്റെന്താണ് വഴി? ഇത് ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ് എന്ന് പറയാനല്ലാതെ അവിടെ അഖില ഹാദിയയ്ക്ക് മറ്റെന്ത് പറയാൻ പറ്റും? അതെ, ഹോമിയോപ്പതി ഡോക്ടറിന് പഠിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ കുട്ടി ഇങ്ങനെ പോകുന്നത്. അതൊരു കേസ്. രണ്ടാമത്തേത്, ഒരു കൂട്ടം ആളുകളുടെ, ഒരു കൂട്ടം പെൺകുട്ടികളുടെ പടം നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് ചേട്ടന് ഓർമ്മയുണ്ടാകും. അതിൽ നിമിഷ ഫാത്തിമ അടക്കമുള്ള കുറച്ച് പെൺകുട്ടികളുടെ പടമാണ് വന്നത്. ഈ നിമിഷ ഫാത്തിമയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബെക്സൻ എന്ന് പറയുന്ന യുവാവാണ്. ഈ ബെക്സൻ മതം മാറിയതാണ്. മതം മാറി ഈസയായി. ഈസയുടെ ഭാര്യയായിട്ടാണ് നിമിഷ ഫാത്തിമ പോയത്. നിമിഷ ഫാത്തിമയെ തിരിച്ചിങ്ങോട്ട് എത്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ അമ്മ കിടന്ന് കരഞ്ഞതും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇനി നിമിഷ ഫാത്തിമയുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന ബെക്സന്റെ സഹോദരനുണ്ട്, ബെറ്റ്സൺ എന്ന് പറയുന്നയാള് യഹിയായിട്ട് മാറിയിട്ട് മെറിൻ മറിയം എന്ന് പറയുന്ന യുവതിയെ മറിയമാക്കി മാറ്റി. ഈ മാറ്റി കഴിഞ്ഞിട്ട് ഇവർ അങ്ങ് കാനനച്ചായിൽ ആട് മേയ്ക്കാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുന്ന സമയത്തെ ഈ പറയുന്ന നിമിഷ ഫാത്തിമ പ്രഗ്നന്റ് ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ സ്ഥലത്തേക്ക് 2 തരത്തിലുള്ള മതമാറ്റം നടന്നിട്ടുണ്ട്. ഒരാൾ ഇതിൽ ആകൃഷ്ടനായി തൻ്റെ ദൗത്യം നിർവഹിക്കാൻ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ച് വലയിൽ വീഴ്ത്തി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബെറ്റ്സൺ എന്ന് പറയുന്ന ആള് എന്താ പറയാ, ഹൂറികളെ കാണാൻ പോയി. ഹൂറികളുടെ അടുത്തേക്ക് പോയി. ഹൂറികളുടെ അടുത്ത് പോയപ്പോൾ ബെറ്റ്സന്റെ ഭാര്യയായിട്ടുള്ള, ബെറ്റ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ ബോംബെറിയും, യഹിയയുടെ ഭാര്യയായിട്ടുള്ള മെറിൻ മറിയത്തിനെ എന്ത് ചെയ്തു? അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഐസിസ് ഭീകരൻ വിവാഹം കഴിച്ചു. അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഐസിസ് ഭീകരൻ വിവാഹം കഴിച്ചു. അബ്ദുൾ റഷീദും അധികം വൈകാതെ ഹൂറികളുടെ അടുത്തേക്ക് പോയി. ഈ ഹൂറികളുടെ അടുത്ത് പോകാനാണല്ലോ ഇവർ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ വൈകാതെ അങ്ങ് പോയി. ഈ പറയുന്ന അബ്ദുൾ റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാളായിട്ടുള്ള സോണിയ സെബാസ്റ്റ്യൻ, അവരെയും ഇത്തരത്തിൽ കൊണ്ടുപോയതാണ് ആട് മേയ്ക്കാൻ. ഖിലാഫത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണല്ലോ. അപ്പൊ ഇതെല്ലാം പോയിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെയാണ്. ഇതൊക്കെ ഇതിനൊരു തെളിവ് തന്നെയല്ലേ? ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? 2018 ഇതിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അത് ഐസിസിൽ ചേരാൻ പോയത് വേറെ, അതല്ലെങ്കിൽ ലവ് ജിഹാദ് വേറെ എന്നൊന്നുമില്ല. മുഖ്യധാര മാധ്യമങ്ങളിൽ ഏത് മാധ്യമപ്രവർത്തനമായാലും ഇത്തരത്തിൽ ചർച്ചകൾ ഒരു ഡിബേറ്റിലൊക്കെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ചേട്ടാ, അത് അവരുടെ ചാനലിന്റെ പോളിസിയാണ്. ചാനൽ പോളിസി ഉണ്ട്. എല്ലാ ചാനലും ചേട്ടന് അറിയാമല്ലോ, ചേട്ടനൊരു മുതിർന്ന പത്രപ്രവർത്തകനല്ലേ. അപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്ക് അവരുടെ പോളിസി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കേരളീയരുടെ അതെ, കേരളത്തിന്റെ തലയിൽ ഒരു വലിയ സംഭവം ഇരിപ്പുണ്ട്, പ്രബുദ്ധ കേരളം, പുരോഗമന കേരളം. അതുകൊണ്ട് പ്രബുദ്ധ കേരളം എന്ന് പറയണമെങ്കിൽ ഈ കാണുന്ന തോന്നിയാസങ്ങൾക്കെതിരെ വായടയ്ക്കുന്നവരാണ്.
അവരെയൊക്കെ അഴിച്ചുവിടാനായിട്ട് സമ്മതിക്കുന്നതാണ് പുരോഗമനം. അതറിയാമല്ലോ, ചുംബനം ചെയ്താലാണ് പുരോഗമനമാകുള്ളൂ എന്ന് വാദിച്ചവരാണ്. അപ്പോൾ ആ വഴിയിലേക്ക് വന്നിട്ടോ, ഇത് കുറച്ചു പേരുടെ കാര്യമാണ് ചേട്ടാ. അപ്പൊ ഇതൊക്കെ പുറത്തു വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. പുറത്തു വരാതെ ഇരുന്നാൽ ഇതെന്താണ്? അല്ല, പുറത്ത് വരാതിരുന്നാലെന്നല്ല, പുറത്ത് വരാത്ത നിരവധി അതെ നമുക്ക് ഇതിലുണ്ട്. ഞാൻ ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യണം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവറും കണ്ടക്ടർമാരും വേറൊരു ബസ്സിലെ ആയിരിക്കണം, അവരുടെ കൂട്ടുകാരും ആ ബസ്സിലുണ്ട്. അപ്പോൾ അങ്ങ് അറ്റം എത്താറാവുമ്പോഴേക്കും ആള് കുറവാണ്. അപ്പോൾ ഇവരിരുന്ന് സംസാരിക്കാൻ. അപ്പോൾ ഇതിൽ ഒരു കണ്ടക്ടർ ആയിട്ടുള്ള പയ്യന് പ്രണയമുണ്ട്. അതാണെന്ന് എനിക്ക് മനസ്സിലായത്, സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പം പ്രണയം ഉണ്ടായ സമയത്ത് ഇവര് ഇത് പറയുകയാണ്, ഇത് എങ്ങനെയെങ്കിലും നടത്തണം, എനിക്ക് വിട്ടുപിരിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ ഡ്രൈവറുടെ സീറ്റിലിരിക്കുന്ന ആള് പറയുകയാണ്, അവള് ദീന് വിശ്വസിച്ച് വന്നെങ്കിൽ മാത്രമേ ഇത് നടത്തേണ്ടതുള്ളൂ എന്ന്. അപ്പൊ പ്രണയത്തിൽ എവിടെയാണ് നമുക്ക്? പ്രണയത്തിന് മതമുണ്ടോ, ജാതിയുണ്ടോ, എന്താണുള്ളത്? പ്രണയത്തിൽ സ്നേഹം മാത്രമാണുള്ളത്, പ്രണയം മാത്രമാണുള്ളത്. അപ്പോ അവൻ പറയാം, അങ്ങനെ തന്നെയാണോ ഇക്ക? അതെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നടത്താൻ പറ്റുള്ളൂ. അവളോട് ചോദിക്കുക, ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചേക്കുക, അത് നടക്കില്ല എന്ന് പറയും. അപ്പോൾ ആ പ്രണയം അവിടെ ആ സെക്കൻഡിൽ അസ്തമിച്ചു, തീർന്നു ഇല്ലേ? ഏതായാലും ഇത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എന്തൊക്കെ കൂടെയാണ് ഇതിൽ കൂട്ടി വായിക്കാനുള്ളത്? കൂട്ടി വായിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ജോർജ് പറഞ്ഞതെല്ലാം തന്നെ PC പറഞ്ഞത് സത്യമാണ്. PC ഇതെല്ലാം നടക്കുന്നുണ്ടോ, ഇടയ്ക്കൊന്ന് കെട്ടടങ്ങി എന്ന് തോന്നുന്നത് മനഃപൂർവ്വമാണ്. കെട്ടടക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പലരും കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ പലരും എന്താ പറയാ, അപമാനം കൊണ്ട് പറയാതിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പുറത്തു വരാത്തത്. പറയുന്നവർക്കെതിരെ നിങ്ങൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ലഹരി മാഫിയ എന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞതല്ലേ? തീർച്ചയായിട്ടും ലഹരി മാഫിയ ഉണ്ടോന്ന് ഈ പറയുന്ന എന്താ പറയാ, സിംഹക്കുട്ടികളുടെ ആയിട്ടുള്ള വാർത്താ അവതാരകരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് പോയി കണ്ട് പരിചയമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ അതൊന്നും ഇല്ലല്ലോ. കണ്ടാൽ മാത്രമാണ് ചിലതൊക്കെ വിശ്വസിക്കാൻ. കണ്ടാൽ അറിയില്ലെങ്കിൽ കൊണ്ടാൽ അറിയാന്ന് പറയുന്ന പോലെ ഇവർക്ക് കൊള്ളുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കുടുംബത്തിൽ വരുമ്പോഴേ അറിയുമായിരിക്കും. അത് അത്രേ അറിയാൻ പറ്റുള്ളൂ ചേട്ടാ, അത്രേ നമുക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ.